ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി തോമ്പടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ വഞ്ചിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കൂരിയായിരുന്നേ. എൻ്റെ കർത്താവ്, എനിക്ക് തേച്ചുരക്കാൻ വയ്യാത്ത കൊണ്ടിട്ട് ഞാൻ അവിടെ തന്നെ കാത്തുകെട്ടി കിടന്ന് അടുത്ത വഞ്ചിക്കാർ വന്നവര്. അങ്ങനെ അടുത്ത വഞ്ചിക്കാരും വന്ന് അപ്പോൾ അവരുടെ അടുത്ത് വീണ്ടും കൂരി. അങ്ങനെ പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് അവിടെ നിന്ന് വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോളക്കണ്ടത്ത് വന്ന് ഒരു ചിക്കനും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നു കേട്ടാ. പിന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണല്ലോ, പിന്നെ മക്കളും വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ ചിക്കൻ കറി വെക്കണമെങ്കിൽ തെറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ വറുക്കാനുള്ളതിലോട്ട് ഞാൻ അരപ്പൊക്കെ തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ഇതേ ചട്ടി കഴുകി അടപ്പത്താക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയൊക്കെ എല്ലാം വഴറ്റാനിട്ട് ചട്ടിയും കഴുകി അടപ്പത്താക്കി സവോളയും വഴറ്റാനിട്ട് കഴിഞ്ഞപ്പോൾ ഓർത്ത്, അയ്യോ ചിക്കൻ കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുത്തില്ലല്ലോ. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം ചീവി കഴുകി അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം രണ്ടും കൂടെ ഒരേ സമയം വെന്ത് കിട്ടും. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് ഇളക്കി കൂട്ടി അവിടെ വെച്ചേക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഒരു കൂട്ടം പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ബീൻസ് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതെല്ലാം കഴുകി വാരി ഒന്ന് കുനുകുനാ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിന്ന് ബീൻസ് പീര് ഒതുക്കാനാണ് കേട്ടോ പോണത്. അങ്ങനെ ബീൻസ് എല്ലാം അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉണക്കമുളക് തീർന്നു പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഉള്ളിയും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് അവിടെ ആവിയിലിരുന്ന് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. തേങ്ങ അരപ്പല്ല കേട്ടോ, തേങ്ങ ഒതുക്കിയെടുക്കാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ചിരവിയത് മഞ്ഞപ്പൊടിയും ഒരല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ടിട്ട് നമുക്കൊന്ന് ഒറ്റ കറക്കിൽ ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പം ചില നേരങ്ങളിൽ ഞാൻ ഇങ്ങനെയും പീരൊതുക്കാറുണ്ട്. ചില സമയത്തൊക്കെ വെറുതെ അങ്ങോട്ട് തേങ്ങ കൊട്ടിയിടാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ബീൻസ് എല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ തേങ്ങ ഒതുക്കി വെച്ചതും കൂടെ ചേർത്ത് ഇളക്കി ഒരു 2-3 മിനിറ്റ് അവിടെ അടച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ബീൻസ് തോരൻ അഥവാ ബീൻസ് പീരൊതുക്കിയത്, നമുക്കിവിടെ പീരൊതുക്കിയതാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ ചട്ടിയിലോട്ട് മീൻ വറുക്കാനിടാം. മീനല്ല, എന്താണപ്പാ, ചിക്കൻ വറുക്കാനിടാം. അപ്പോൾ ചിക്കൻ എല്ലാം വറുക്കാൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങിയപ്പോഴത്തേക്ക് വലിയ സ്കിന്നോട് കൂടിയാണ് വാങ്ങിയത്. അത് എനിക്കൊന്നിന് ശനിയും ഞായറാഴ്ചയും മാത്രമേ അങ്ങനെ ചെയ്ത് തരുള്ളെന്ന്. അപ്പോൾ ചിക്കൻ വറക്കണം മണം കേട്ടപ്പോൾ തന്നെ ഒരാളെ മണത്ത് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ അതെന്താണമ്മ, അമ്മ ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ ഒരു കാര്യമില്ല, ഈ ചിക്കൻ വറക്കണം മണം കേട്ടിട്ട് അതായാ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ്ങിന് വന്നതാണേ. അങ്ങനെ ചെക്കിങ് ഇൻസ്പെക്ടർ പോയി കേട്ടോ, അവിടേക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതെല്ലാം ഞാൻ തേച്ച് കഴുകി. ആ നേരം കൊണ്ട് നമ്മുടെ വറക്കാനിട്ട ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചു നോക്കിയിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ബീൻസ് പീരൊതുക്കിയതും ഒക്കെ റെഡിയായി. അപ്പോൾ ആലു ആണെങ്കിൽ ആ ധൃതി പിടിക്കുന്നതാണ് കേട്ടോ. ട്യൂഷന് പോകാൻ നേരമായമ്മ, ചോറെടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്തേ. അവസാനം എനിക്കുള്ള പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പോയി കഴിക്കട്ടെ. നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പം കമൻറ്റ് വരും, ചേച്ചി നിന്ന് കഴിക്കല്ലേ, ഞാൻ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പം അത്ര ഉള്ളൂ കേട്ടോ.